ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പൂട്ടിക്കെട്ടിയ മുറിയിൽ ഞങ്ങൾ എത്ര കാലം ഇടാനാ? നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ കൊലച്ചിരി? ദേ, ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളെ കൊല്ലണം, അല്ലെങ്കിൽ ഞങ്ങളെ ജീവിക്കാനൊന്ന് അനുവദിക്കണം. രണ്ടും കെട്ട ഈ ജീവിതം മടുത്തു ഞങ്ങള്. മടുത്തെങ്കിൽ നമുക്ക് അവസാനിപ്പിച്ചേക്കാം. എന്താ, അവസാനിപ്പിക്കല്ലേ? ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. ഇതെന്താണെന്നറിയാമോ? പെട്രോൾ. ഇതാണ് ലൈറ്റർ. ഇത് ഞാൻ ഈ വീടിന്റെ ചുറ്റും ഒഴിക്കാൻ പോകും. എന്നിട്ട് ഈ ലൈറ്റർ കൊണ്ട് ചുമ്മാ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ബൂം. ചെയ്യട്ടെ, ചെയ്യട്ടെ. ആളിപ്പടരുന്ന അഗ്നി കാണാൻ എന്ത് രസമാണെന്നോ. ആകാശത്തേക്ക് ഉയരുന്ന അഗ്നിനാമ്പുകൾക്ക് നക്ഷത്രങ്ങളുടെ ശോഭയുണ്ട്. ചിത്രശലഭങ്ങളുടെ ചിറകിന്റെ വർണ്ണം പൊലിവയുണ്ട്. എത്ര കണ്ടാലും മതി വരില്ല ആ കാഴ്ചയിൽ ഈ കുടുംബത്തിന്റെ മുഴുവൻ ശാപവും എരിഞ്ഞടങ്ങിയില്ലതാവും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അതല്ലേ പറഞ്ഞത്, കൊന്നേക്കാൻ. അങ്ങനെ അങ്ങ് കൊന്നാം, അതോടെ തീർന്നില്ല. ചെയ്ത പാപങ്ങളുടെ ഫലം അനുഭവിക്കാതെ ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ ഇവിടെ രക്ഷപ്പെടില്ലേ? ഞാനൊരു മഹാഭാവിയായി മാറില്ലേ? മാത്രല്ല, എന്റെ 7 തലമുറകൾ തന്റെ പൂർവപിതാക്കന്മാർക്ക് മോക്ഷം കൊടുക്കാൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് ആവാഹിച്ചു വരുത്തിയ ഭഗീരഥന്റെ കഥ നീ കേട്ടിട്ടില്ലേ? ആ കഥയിലെ ഭഗീരഥനാ ഞാനിപ്പോ. ഇവിടെ കളങ്കപ്പെടുത്തിയ എന്റെ പരമ്പരയുടെ മോക്ഷം മാത്രമേ എന്റെ ലക്ഷ്യം. മോക്ഷം, മോക്ഷം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും വേണ്ടി വന്നു. ഇവളുടെ ദിവ്യഗർഭം കമ്പിൽ കോർത്തെടുത്ത് കഴുത്തിൽ മാലയായി ചുറ്റിയ ആനന്ദ നൃത്തം ചെയ്യും. എന്നെങ്കിലും ഒരു കാലത്ത് ഈ കഥ പുറലോകം അറിഞ്ഞ അതവർക്കൊരു പാഠമായിരിക്കണം. അച്ഛനെയും അമ്മയെയും ആചാരങ്ങളെയും ചതിച്ച് തന്നിഷ്ടം കാണിക്കുന്ന മുഴുവൻ മക്കൾക്ക് ഒരു പാഠം.
ജീവനുണ്ടോടാ? ഇടയ്ക്ക് അനങ്ങുന്നുണ്ട്. ആ, ഇടയ്ക്കിടയ്ക്ക് അനങ്ങിയാ മതി. അവനെയും പൊക്കിക്കോ. ദാ, എണീക്കടാ. എണീക്ക. എണീക്കടാ അങ്ങോട്ട്. ദേ, നോക്കിക്കേ. മോനെ, ഇനി നീ ചാകണമെന്ന് തീരുമാനിച്ചാലും അങ്കിളിന് നിന്നെ കൊല്ലണമെന്ന് യാതൊരുവിധ ആഗ്രഹവും ഇല്ല. ചെറു പ്രായമല്ലേടാ, നിനക്ക് മര്യാദക്ക് ജീവിച്ചൂടെ? ദേ, അവൾ എവിടെയുണ്ടെന്ന് പറഞ്ഞ ആ നിമിഷം അങ്കിൾ നിന്നെ വിടാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മോനോട് ഒരു ദേഷ്യവുമില്ല, മറിച്ച് സഹതാപം മാത്രമേ ഉള്ളൂ. മോനോട് മാത്രമല്ല, നിന്നെ പോലെ ജീവിക്കാൻ അറിയാത്ത ഈ ഭൂമിയിലുള്ള സകല പൊട്ടൻ കാമുകന്മാരോടും. ഇട ചെറുക്ക, ഇത് ചങ്ങമ്പുഴ ജീവിച്ച കാലഘട്ടമല്ല. കാനനച്ചായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് ചോദിക്കാൻ. ഇത് ചോദിക്കാനും പറയാനും നിൽക്കാതെ ഇടിച്ചു കയറുന്ന പിള്ളേരുടെ കാലഘട്ടമാ. ന്യൂ ജനറേഷൻ. മോനെ പോലെ ഒരു അവശ്യ കാമുകനെ ആർക്കും വേണ്ടടാ. നീ കണ്ടില്ലേ, ഒരു ചെറിയ കാര്യം വന്നപ്പോ അവള് നിന്നെ പുഷ്പം പോലെ വലിച്ചെറിഞ്ഞിട്ട് പോയത്. എടാ, അവക്ക് ജീവിക്കാൻ അറിയാം, അവള് മിടുക്കിയ. അതൊക്കെ പോട്ടെ, ഇനി മോൻ ഇത്രയും കഷ്ടപ്പെട്ട് അവളെ സംരക്ഷിച്ചാൽ തന്നെ നാളെ നിന്റെ ഗതി ഇത് തന്നെയായിരിക്കും. അവൾ ഈ ജന്മം നിന്റെ ആവാൻ പോകുന്നില്ല. നിന്റെ മാത്രമല്ല, അവൾ ആരുടെ ആവാൻ പോകുന്നില്ല. പഠിച്ച കള്ളിയാ അവള്. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ഒരു 100-500 പെണ്ണുങ്ങളുമായിട്ട് അടുത്തിടപഴകിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് മോനോട് പറയുക, മോനെ, അവളെ കുടിച്ച വെള്ളത്തിൽ നീ വിശ്വസിച്ചേക്കരുത്. അവളൊരു വരാലാടാ, വരാല്. പിടിച്ചാ പിടികിട്ടുകയല്ല, ഇങ്ങനെ തെന്നി 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 അങ്ങ് പോവും. നിനക്കോ ഉപകാരപ്പെടുകയല്ല, എനിക്ക് പിന്നെ അങ്കിളിനെങ്കിലും ഉപകാരപ്പെടട്ടടാ. ദേ, അവൾ എവിടെ ഉണ്ടെന്നൊന്നും പറയടാ. എനിക്കറിയില്ല. ഓ, പിന്നെ ശങ്കരൻ ഓൺ ദി കോക്കനട്ട് ട്രീ. ഇട മോനെ, എന്തുവാടാ നീ ഇങ്ങനെ? ആ ശരി, മോൻ പെട്ടെന്നൊന്നും പറയണ്ട. എന്നതായാലും ഇത്രയും കാലം മനസ്സിൽ കൊട്ടിട്ട് നടന്നതല്ലേ. ഒറ്റയടിക്ക് അങ്ങോട്ട് ചതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്കിള് മോൻ ഒരു ദിവസത്തെ സമയം തരും. ആലോചിച്ച് മോമാരോട് പറഞ്ഞാ മതി. പറഞ്ഞ ആ നിമിഷം മോനോടുന്ന് പോവാം. ജോണേ, എന്റെ ചെറുക്കന് കുടിക്കാനോ കഴിക്കാനെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തേക്കണം. ചെറുക്കൻ നല്ല ആരോഗ്യത്തോടിരിക്കട്ടെ, നാളെ സത്യം പറയാനുള്ളതല്ലേ. ഓ, എന്നാ പിന്നെ മോൻ പോയി കിടന്നോ. ഒരു ബിരിയാണി മേടിച്ചു കൊടുത്തേരും.
ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർ മണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. പറഞ്ഞു കേട്ട് എൻ്റെ മോൾ അറിഞ്ഞു കാണുമെന്ന് അച്ഛനറിയാം. അച്ഛനെ ഇന്ന് മുതലൊരു ജോലിക്ക് പോവുക. വലിയ കട്ടിപ്പണിയൊന്നുമല്ല, അച്ഛൻ്റെ പഴയ ജോലി തന്നെ, ഡ്രൈവർ പണിയേ. ഇത്തവണ ലോറിയൊന്നുമല്ല, കാറാ. അതും നമ്മുടെ സിറ്റി തന്നെ. രാത്രി അധികം വൈകുമ്പോൾ അച്ഛൻ തിരിച്ചു വരാം കേട്ടോ. അച്ഛൻ്റെ കുഞ്ഞെന്തിനാ കരയുന്നേ? നമുക്കേ പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട്. ഇനി ആവശ്യങ്ങൾ കൂടിക്കൂടി വരും. മോടെ ആവശ്യത്തിന് വേണ്ടിയേ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അച്ഛന് സഹിക്കത്തില്ല. അതുകൊണ്ടാ. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ പകല് അമ്മയുമായി 1-2 പറഞ്ഞ് സമയം കളയുന്ന കാര്യമുണ്ടോ? അപ്പോ അച്ഛൻ പോയിട്ട് വരാവേ. മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കി എങ്ങും പോകരുതെന്ന് അമ്മയോട് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പോയിട്ട് വരാടാ മോനെ. നിത്യമോളെ നോക്കിക്കോണേ. അമ്മ പുറത്തു വന്ന കാര്യം അച്ഛനോട് തൽക്കാലം പറയണ്ട. പറയാതെ എങ്ങനെയാ? അമ്മ പറയണ്ട. ഈ ഒരു തവണ എന്നെ ഒന്ന് അനുസരിക്ക്. തൽക്കാലം എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കണം. ആ, പാർവതിയും ഭാവി മരുമനും കൂടെ എന്നെ യാത്രയൊക്കെ നിൽക്കുവാണോ? മരുമകള് നേരത്തെ അങ്ങ് പോയല്ലോടാ മനോഹര. നേരത്തെ പോയാലല്ലേ ചൂടാറാതെ ഭക്ഷണം. അല്ലല്ല, ബയോഡേറ്റ ഓരോരോ സ്ഥലത്ത് കൊടുക്കാൻ പറ്റൂ. മനോഹര, നിന്നെ വേണമെങ്കിൽ ശരത്തുമോൻ ബൈക്കിൽ ടൗണിലേക്ക് ആക്കി തരും. ഉയ്യോ വേണ്ടായേ, എനിക്ക് ജീവന് കൊതിയുള്ളതുകൊണ്ട് അമ്മേ. അതെന്താ മനോഹര നീ അങ്ങനെ പറഞ്ഞത്? അയ്യോ ഒന്നുമില്ല എൻ്റെ അമ്മേ. പോകുന്ന വഴി ശരത്തുമോനെ ബൈക്കിന്റെ ഫ്രണ്ട് വീൽ ഉയർത്തി റേസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റണ്ട് ചെയ്യണമെന്ന് തോന്നിയാലോ? ഈ പാവം മനോഹരൻ ഈ പ്ലെയിൻ തലയും തല്ലി റോട്ടിൽ കിടക്കും. അത് വേണ്ട. പിന്നെ ദൈവം എനിക്ക് 2 കാലും തന്നിട്ടുണ്ട്. അത് നീട്ടി വലിച്ച് നടക്കാനുള്ളതാ. ഓ, അയ്യോ ഞാൻ നടന്നോളാം. അമ്മു. പാർവതി, നിത്യമോളെ കാണാനാണെന്ന് പറഞ്ഞ ആര് വന്നാലും അത് അനുവദിക്കണ്ട. ഇവിടെ സന്ദർശകർക്കൊന്നും പ്രവേശനമില്ല. എന്താച്ചാ അങ്ങനെ പറയുന്നത്? ആരെങ്കിലും കാണാൻ വന്നാ കാണണ്ടേ? കൂടുതൽ കാഴ്ച കാണണ്ടോരെ കാഴ്ച ബംഗ്ലാവിലോട്ട് പോയാൽ മതി. ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളണ്ട. ഇവനിതെന്താ? നിത്യക്കുട്ടി, ഇപ്പൊ നിന്റെ മനസ്സിൽ തോന്നി എന്താണെന്ന് ഞാൻ പറയട്ടെ. ചാടി എഴുന്നേറ്റ് എന്റെ കഴുത്ത് ഞെരിക്കണമെന്നും അന്നത്തെ പോലെ
കൈ കിട്ടുന്ന ഒരു കമ്പോ കമ്പി വടിയോ എടുത്ത് എന്നെ തറയിലിട്ട് തല്ലി ചതയ്ക്കണമെന്ന്. അല്ലെങ്കിൽ ദാ ഇങ്ങനെ സവോളം നോക്കുന്ന പോലെ കൊത്തിയരിയണമെന്നും അല്ലേ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൊതുക് വന്ന് ദേഹത്തിരുന്ന് ചോര കുടിച്ചാൽ പോലും ഒന്നും കൈവീശി അടിക്കാൻ പറ്റാതെ കിടന്നു പോയില്ലേ? അല്ല, കിടന്നുപോയതല്ലല്ലോ, കിടത്തിയതല്ലേ. കളിയുടെ അവസാന നിമിഷം വരെ നല്ല ഒന്നാം തരം ഒരു പൊട്ടി. അവസാന നിമിഷം കിട്ടിയ വിവരം എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിക്കണമെന്ന് ചിന്തിക്കാതെ ആവേശത്തിന് വണ്ടിയെടുത്ത് ഓവർടേക്ക് ചെയ്ത് വന്നത് അപകടത്തിലേക്ക്. തേടി പിടിച്ചു വന്നതേ മഹാവിപത്തിനെയാ. ആയുസിന്റെ ബലം കൊണ്ടാവും ദേവികയും സിദ്ധാർത്ഥനും തേടി പിടിച്ചു വന്നത്. അതുകൊണ്ട് എന്താ കാര്യം? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആയുഷ്കാലം മുഴുവൻ അട്ടം നോക്കി ഇങ്ങനെ മിഴിച്ചു കിടക്കാം. ആ, നീ വിഷമിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേ കാലം നിന്നെ ഞാൻ ഇങ്ങനെ കിടത്തില്ല. എനിക്ക് വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. എൻ്റെ അമ്മ എനിക്ക് തന്നിരിക്കുന്ന ഒരു ഡെഡ് ലൈൻ ഉണ്ട്. അതിനുള്ളിൽ ദേവിയുടെ കഴുത്തി താലി കെട്ടി ഞാൻ ഇവിടുന്ന് പോകണം. അതിനു മുമ്പ് നിന്റെ പുക ആകാശത്ത് പടരുന്നത് കാണുകയും വേണം. അയ്യോ, പേടിച്ചു പോയോ? എന്നാലേ ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ഈ മരുന്നുകളൊക്കെ മാറ്റി പകരം സ്ലോ പോയിസൺ ചേർത്ത് വെക്കും. നിന്റെ ദേവിയായിട്ട് തന്നെ അത് വായിൽ ഇറ്റിച്ചു തരും. അങ്ങനെ പതിയെ പതിയെ മരണത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ബെഡ്സോറൊക്കെ വന്ന് ദേഹമൊക്കെ പൊട്ടി പഴുത്ത് നരകിച്ച് കിടക്കുമ്പോ നീ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്നെ ഇങ്ങനെ കടത്തി നരയിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അങ്ങ് മോളോട്ട് എടുക്കണേന്ന്. ആ പിന്നെ ഇപ്പൊ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഇന്ന് കൊണ്ട് നിന്റെ ദേവിയേട്ടത്തിയുടെ കട്ടയും പടവും മടക്കും. നിന്റെ അമ്മയുടെ മനസ്സിൽ അവരോട് സ്നേഹത്തിന്റെയോ മതിപ്പിന്റെയോ ഒരു ചെറിയ കണിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇന്നത്തോടെ അതും ഇല്ലാതാവും. ഇനിയുള്ളതൊരു കൊട്ടിക്കലാശമാണ്. അത് നിനക്ക് ഇവിടെ കിടന്ന് കേൾക്കാം. ഇല്ലെങ്കിലേ ഇതുപോലെ ഞാൻ അടുത്ത് വന്നിരുന്ന് പറഞ്ഞുതരാം കേട്ടോ.